സാംസങ് ഗാലക്സി ഫ്ലിപ്പ് 5 അൺബോക്സിംഗ് ആണ്. ഒരു പുതിയ ഫോണ്. ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ തന്നെ പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇത് തുറക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സിമ്പിൾ അൺബോക്സിങ് എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് എന്തല്ലേ ഫുള്ള് ബ്ലാക്ക്, ആകെ ബ്ലാക്ക്. ഇതായിരുന്നു എൻ്റെ പർപ്പസ്. ഇങ്ങനെ മടക്കിയിട്ട് പോക്കറ്റിൽ കാരണം ഫോൺ ഇടാൻ പാടില്ല. അത് പണ്ട് ഇപ്പോൾ റേഡിയേഷനൊക്കെ ഔട്ടായി എന്നാണ് പറയുന്നത്. ഇടരുതിട്ടാ ഫോൺ പോക്കറ്റിൽ ഇടണ്ട. പക്ഷെ ഞാൻ ഇട്ട് കാണിക്കുന്നതിനാ എനിക്ക് ഇങ്ങനെ ഒരു പർപ്പസിനാണ്. ഇങ്ങനെ വലിയൊരു ഫോണിന് പകരം ഒരു കുഞ്ഞ് ഫോൺ ഇങ്ങനെ ഹാൻഡ് ഫ്രീ ആയിട്ട് സംസാരിക്കണം. അതാണ് എൻ്റെ പർപ്പസ്. ഇനി നമുക്കിത് ഓൺ ചെയ്യാം അല്ലേ? ഓൺ ചെയ്ത് സിമ്മൊക്കെ ഇട്ട് പവറൊക്കെ ഓൺ ചെയ്ത് എൻ്റെ ഈ സിമ്മിട്ട് ഇതിലിട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഒരു വർഷത്തെ ഫുൾ ഗ്യാരണ്ടി ആൻഡ് ഇൻഷൂർ. കേട് വന്നാലും പൊട്ടിയാലും വെള്ളത്തിൽ വീണാലും ഉടഞ്ഞാലും ഫുള്ളി ഗ്യാരണ്ടി ഉള്ള റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ആൻഡ് വാറണ്ടി. ഗ്യാരണ്ടിയാണോ വാറണ്ടിയാണോ? പാക്ക് എടുക്കുമ്പോൾ ഗ്യാരണ്ടിയാണ് വരുന്നത്. ഗ്യാരണ്ടിയാണ്, നോട്ട് വാറണ്ടി. ഗ്യാരണ്ടി പറഞ്ഞാൽ ഫുള്ള് ഉൾപ്പെടും. വാറണ്ടി പറയുമ്പോൾ കണ്ടീഷൻ അപ്ലൈ. എനിവേ നമ്മളിപ്പം ഗ്യാരണ്ടി തന്നെയാണ് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയാൽ 33,000 33,000 രൂപയോളം വരും എന്നാണ് കേൾക്കണത്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ അടുത്ത് പൊട്ടിപ്പോയാൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോ ചെയ്യാം, പല പരീക്ഷണങ്ങളും നടത്തിയതുകൊണ്ട്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മളെ ഫോണ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ആ പീഡിയെന്ന് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോണ് ഫ്ലിപ്പ് ഇതാ പറഞ്ഞു കഴിഞ്ഞു, നമ്പർ പറഞ്ഞു കഴിഞ്ഞു. ഗാലക്സി ഫ്ലിപ്പ് 5 ആണ്. ഇതാ ഫ്ലിപ്പ് 5 99,000 റുപ്പീസ്, 1,00,000 രൂപയാണ് ഇതിൻ്റെ MRP. പക്ഷേ 14,000 രൂപ സ്പെഷ്യൽ ഓഫർ എടുത്തുകൊണ്ട് വാങ്ങിച്ചാണ് 86,000 രൂപയായി. അത് ഇൻസ്റ്റാൾമെൻറ്റ് 24 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ, പലിശ ഇല്ലാതെ 24 മാസത്തേക്ക് 3000 ചില്ലാൻ രൂപ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ ഫുൾ ഇൻഷുറൻസ്, ഫുൾ ഗ്യാരണ്ടിയും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 6,000 ചില്ലാൻ രൂപ അധികം കൊടുത്തു. ഇനി LCD പൊട്ടിയാലും വീണാലും വെള്ളം നനഞ്ഞാലും എന്ത് സംഭവിച്ചാലും അവർ മാറ്റിത്തരും എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഇത്രയും 1,00,000 രൂപയുടെ ഫോൺ ഒരു വർഷമെങ്കിലും ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയ ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. ഇതിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രോബ്ലം വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു വർഷത്തെ കമ്പനി വാറണ്ടി എന്ന് പറയും നമുക്ക് തരുന്നത്. അത് കൂടാതെ ഒരു ഫുൾ ഇയർ ഗ്യാരണ്ടിക്ക് ഞാൻ 6,000 ചില്ലാൻ രൂപ അധികം കൊടുത്ത് ഈവൻ LCD പൊട്ടിയാൽ പോലും നമുക്ക് വേറെ മാറ്റി തരും. ഗ്യാരണ്ടിക്ക് ഒരിക്കൽ, മാനുഫാക്ചറിങ് വാറണ്ടിക്ക് ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചർ ഒന്ന് പഠിക്കാം. ഗാലക്സി 5 ഫ്ലിപ്പ് 5 256 GB മെമ്മറി, 8 GB RAM ആണ്. പിന്നെ അതുപോലെ മെറ്റൽ കേസാണിത്. ഇത് ഒരു മെറ്റൽ കേസാണ്. അലുമിനിയം, എന്താ പറയുക, ആർമർ അലുമിനിയം എന്ന് പറയുന്ന ഒരു കേസാണിത് കേട്ടോ. പെട്ടെന്നൊന്നും വീണാ പൊട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു ഭയങ്കര ഹെവി ലുക്ക് തോന്നുന്നുണ്ട്. 170 ഗ്രാം വെയിറ്റും ഉണ്ട്. പിന്നെ അതിൻ്റെ OS ആൻഡ്രോയിഡ് 13 ആണ്. ആൻഡ്രോയിഡ് 13. പിന്നെ ഒക്ടാ കോറാണ്. 4G 5G ആൻഡ് LTE. അതിൻ്റെ സ്പീഡ് വരുന്നത്, ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ സ്പീഡ് വരുന്നത് 3.36 GHz ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. ബാറ്ററി വരുന്നത് 3700 mAh ആണ്. കുറവാണ്, ബാറ്ററിയൊക്കെ വളരെ കുറവാണ്. ലിഥിയം അയൺ, സത്യത്തിൽ ബാക്കപ്പ് കമ്മിയാണ്. പിന്നെ ക്യാമറ വരുന്നത് 8K ആണ്. പക്ഷേ പറയുന്നത് 2 ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് നിൽക്കേണ്ട. ഒന്ന് 10 മെഗാ പിക്സലും ഒന്ന് 12 മെഗാ പിക്സലും. ഒരു വീഡിയോ വ്ളോഗിനൊന്നും വേണ്ടിയിട്ട് ഇത് പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് എൻ്റെ നിലവിലുള്ള ഗാലക്സി അൾട്രാ 22 എന്ന് പറയുന്ന, അല്ലേ? അപ്പോൾ അത്രയും ക്യാമറ ഇല്ല ഇതിന്. പക്ഷേ അതൊരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇതൊരു ഫോണായിട്ട്, ഒരു എക്സിക്യൂട്ടീവ് ഫോണായിട്ടാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ 17 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ, 17 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ പറയുന്നത്. പിന്നെ AMOLED ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഇത്രയും ഡീറ്റെയിൽ, ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽ വേണ്ടി. ഫാസ്റ്റ് ചാർജിങ് ആണ്, 2 മണിക്കൂർ കൊണ്ട് ചാർജ് ആകും. പിന്നെ 150 ഗ്രാം പറഞ്ഞു. പിന്നെ വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റ് ആണ് ഇതിൻ്റെ കേട്ടോ. വാട്ടർ റെസിസ്റ്റേ ഉള്ളൂ. വെള്ളം ഇതിൻ്റെ പുറത്ത് വീണാൽ ഉള്ളിലേക്ക് പോകില്ല. അല്ല, വെള്ളത്തിൽ ഇട്ട കാര്യം കട്ടപ്പുകയാണ്.
ഓക്കെ, ഭയങ്കര സ്മൂത്താണ് ഇതിൻ്റെ ഈ ഡിസ്പ്ലേ. എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിംഗ്. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു പിന്നെ സ്ക്രീൻ ഗാർഡ്, ഇതൊരിക്കലും നമ്മൾ മാറ്റാൻ പാടില്ല. കാരണം ഇതൊരു സ്പെഷ്യൽ സ്ക്രീൻ ഗാർഡാണല്ലോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ്, ഒരു മാർക്ക് പോലെ കാണുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ. പക്ഷെ പൊട്ടില്ല. ഒരു റോബോട്ട് ഉപയോഗിച്ച് എത്രയോ 10,000 അടക്കലും ഇതുപോലെ അടക്കലും തുറക്കലും കഴിഞ്ഞിട്ടും ഇവിടെ ഒരു മാർക്ക് പോലും വീണിട്ടില്ല അതിന്. മീൻസ് ഞാനല്ല, ഒരു റോബോട്ട്. അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ഫീച്ചർ നല്ല രസമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ക്യാമറ റെക്കോർഡ് ചെയ്യണം വെച്ചെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ സംസാരിക്കാം. ഇവിടെ ഇതിങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുമോ, വേണ്ട എന്നിട്ട് നമുക്കിങ്ങനെ ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. ഒരു സ്റ്റാൻഡൊന്നും വേണ്ട, അത് രസമായിരിക്കും. ഒരു വീഡിയോ കോളോ ഫോൺ കോളോ ആൻഡ് ഫ്രീ ഒക്കെ. പിന്നെ ഇങ്ങനെ തന്നെ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇങ്ങനെ വന്ന് ഇപ്പോൾ കോൾ ഉണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ് ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ തന്നെ ഇതിലിരുന്നിട്ട് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാം. ഇവിടെ ഫോൺ സ്പീക്കർ ഫോണായിട്ട് ഉപയോഗിക്കുക. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വേണ്ട ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കൊരു കലണ്ടറാക്കി വെക്കണേ അങ്ങനെ ആക്കി വെക്കാം. ഓക്കെ, ഇത് ഏതാ ഒരു ഡിസ്പ്ലേ വേണമെങ്കിൽ നമുക്കൊരു ഹോം പേജ് ആക്കിയിട്ട് ഇട്ട് കൊടുത്ത് വരാം. വളരെ പ്രധാനപ്പെട്ട് ഞാനിത് വാങ്ങാനുള്ള ഒരു കാരണം, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന സാംസങ് ഓതറൈസ്ഡ് മാനുഫാക്ചർ നിർമ്മിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാംസങ് ഗാലക്സികൾ എന്ന് നമുക്കറിയാം. അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ, പക്ക ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അത് നമുക്കൊരു അഭിമാനം തന്നെയല്ല. താല്പര്യമുള്ളവർക്ക് ഇത് മേടിക്കാം. ഇപ്പോൾ 1,00,000 റുപ്യാണ് കാണുന്നത്. ഓഫർ ഉണ്ടോ അറിയില്ല. അതിൻ്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ ഇട്ട് തരാം. LCD LED 2 തരം ഡിസ്പ്ലേ ആണ്. ഇത് നോക്കാം, കട്ടിംബ്ലർ കൊണ്ടാണ് ഈ മേടുന്നത് അല്ലേ. പെട്ടെന്ന് പൊട്ടാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ മേടിയത് എൻ്റെ ഫോണിലല്ല, ഇതിലാണ്. ഇതാണ് സത്യത്തിൽ ഇതിൻ്റെ ഡിസ്പ്ലേ. ഒരു സാമ്പിൾ എടുത്തതാണ്. ഈ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ LED ഡിസ്പ്ലേ എന്ന് പറയാം. LCD ഡിസ്പ്ലേനെ കൊണ്ട് ഇത് LED ഡിസ്പ്ലേ, ഇതൊക്കെ LED ആണ്. ഇതാണ് LCD ഡിസ്പ്ലേ. ഇത് ബ്രേക്ക് ആക്കിയാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഞാൻ ബ്രേക്ക് ആക്കാൻ പോണ്, നോക്കിക്കോളെ. ഇപ്പം എന്താ സംഭവിച്ചത് നോക്കാം നമുക്ക്. 2 പീസായി അതിൻ്റെ പുറത്തുനിന്ന് പോന്നു. ഇതിങ്ങനെയൊക്കെ പൊട്ടിക്കുമ്പോൾ കൈ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കണ്ടിട്ടൊന്നും എല്ലാവരും അനുകരിക്കരുത്. കണ്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു കോലത്തിലായി. ഇത് LCD ആണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ഇതിൽ ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡ് കാണാൻ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പലയിടത്തും ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ കാണാം. അധിക കാൽക്കുലേറ്ററിൻ്റെ ഒക്കെ ഡിസ്പ്ലേ LCD ആണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇതിപ്പോൾ ഞാൻ നേരത്തെ അടിച്ചത് ഇത് LED ആണ്. ഇത് ഞാൻ ഇതുപോലെ പൊട്ടിക്കാൻ പോവണേ. നോക്കാം, കുറച്ച് റിസ്ക് ആണ്. എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. കേട്ടോ, ഇത് ശരിക്കും ഉടഞ്ഞു, ടേവറെ പൊട്ടി. ഒരു ഫ്ലെക്സിബിൾ അല്ല. ഇതിങ്ങനെ വേറെ ഇങ്ങോട്ട് പെട്ടെന്ന് അതിൻ്റെ ഗ്ലാസ് കൊണ്ട് ഉടഞ്ഞു പോകുന്നു. ഇത് കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ ഈ ഡിസ്പ്ലേയുടെ ഡ്രൈവർ കിടക്കുന്നത്. ഇത് അതിൻ്റെ 2 പീസായിട്ട് പോകുന്നു. ഇത് LCD. ഇതിങ്ങനെ വേറെ വരുന്നില്ല. എനിവേ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. 2 തരം ഡിസ്പ്ലേ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം. ഏതായാലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും എന്നെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഫ്ലിപ്പ് 5ൻ്റെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പോരട്ടെ.